അസ്സലാമലൈക്കും. എവിടെ എന്റെ കുഞ്ഞു മക്കള്? നബിദിനല്ലേ? നബിദിനത്തിന്റെ മദ്രസയിൽ നിങ്ങൾ എന്തിനൊക്കെ ഉണ്ട്? മധുഗാനം പാടാനുണ്ടാവും, ക്വിസിനുണ്ടാവും, കഥ പറയാനുണ്ടാവും അല്ലെ? അപ്പൊ ഇന്ന് ഇത്താത്ത നിങ്ങൾക്ക് 2 കഥ പറഞ്ഞുതരാം. ആ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മദ്രസയിൽ അവതരിപ്പിക്കണം കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പൊ ഫസ്റ്റ് തുടങ്ങുമ്പോ തന്നെ ഇങ്ങനെ പറയാം കേട്ടോ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനൊരു കഥ പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. കഥയുടെ പേര് പറയാം, ഈയാം പാറ്റകൾ. എന്നാൽ കഥ തുടങ്ങട്ടെ. നല്ല കൂരിരുട്ടുള്ള രാത്രി, കരണ്ടില്ല. ഇന്നലെ നല്ല മഴയായിരുന്നു. അതാ ആ വീട്ടിലേക്ക് നോക്കൂ, അവിടെ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നു. ചുറ്റിലും പാറ്റകൾ വട്ടമിട്ട് പറക്കുകയാണ്. ഹോ, എന്തൊരു ആക്രാന്തമാണ് അവക്ക് തീനാളത്തിൽ തട്ടി അവയിൽ ചിലത് നിലത്ത് വീഴുന്നത് കണ്ട് വീട്ടുകാരൻ ഓടി വന്നു വിളക്ക് പൊത്തിപ്പിടിച്ചു. എന്നിട്ടും ചിലർ ധിക്കാരപൂർവ്വം തീനാളത്തിലേക്ക് ആഞ്ഞു കയറി കരിഞ്ഞു വീണു. വീട്ടുകാരന്റെ സങ്കടമായിട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാ, അവയുടെ കഥ കഴിഞ്ഞു. നമ്മുടെ കഥയും തീർന്നു. നിങ്ങൾക്ക് ഇതിൽ എന്താ മനസ്സിലായത്? എന്നാൽ ഞാൻ കഥയിലെ കാര്യം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പാറ്റകളെ പോലെയാണ് മനുഷ്യർ. അവർ തെറ്റിലേക്ക് കണ്ണും മൂക്കുമില്ലാതെ ചാടി വീഴും. അപ്പോൾ ഞാൻ അവരെ ഉപദേശിക്കും. എന്നാലും ചിലർ ഈ പാറ്റകളെ പോലെ തെറ്റിലേക്ക് എടുത്തു ചാടിക്കൊണ്ടിരിക്കും. അവരാരാണെന്നറിയുമോ? അവരാണ് ധിക്കാരികൾ. ഞാൻ കഥ നിർത്തുകയാണ്. നാം അനുസരണക്കേട് കാണിക്കുന്ന ധിക്കാരികളാകരുത് കേട്ടോ. അസ്സലാമു അലൈക്കും. ഇനി രണ്ടാമത്തെ കഥ. അപ്പൊ തുടങ്ങുമ്പോൾ വീണ്ടും അസ്സലാമു അലൈക്കും എന്ന് പറയാ. എന്നിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എന്റെ കഥ കേൾക്കാൻ വന്നിരിക്കുന്ന കൂട്ടുകാരെ, എന്നെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ, ഞാനൊരു കൊച്ചു കഥ പറയുകയാണ്. തെറ്റുകൾ വന്നാൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ കഥ പറയട്ടെ. പൂർവികരിൽ ഒരാൾ തന്റെ ഭാര്യയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അയാളുടെ മുന്നിൽ പൊരിച്ച കോഴിയുമുണ്ട്. അപ്പോൾ ഒരു യാചകൻ കയറി വന്നു. യാചകനെ അയാൾ ആട്ടി പുറത്താക്കി. ഒന്നും കൊടുത്തില്ല. സുഖലോലുപനും ധിക്കാരിയുമായിരുന്നു അയാൾ. പിന്നീട് ആ ദാമ്പത്യ ബന്ധം തകർന്നു. അയാളുടെ സമ്പത്ത് നശിച്ചു. അയാളുടെ ഭാര്യ മറ്റൊരാളെ വിവാഹം കഴിച്ചു. കാലങ്ങൾക്ക് ശേഷം ഒരു ദിനം ആ സ്ത്രീയും രണ്ടാം ഭർത്താവും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുന്നിൽ പൊരിച്ച കോഴിയുമുണ്ട് കേട്ടോ, ഇന്നുമുണ്ട്. മുമ്പത്തെ അതേ രംഗം. അപ്പോഴതാ ഒരു യാചകൻ കയറി വരുന്നു. ഭർത്താവ് ഭാര്യയോട് ആ കോഴി മാംസം യാചകന് കൊടുക്കാൻ പറഞ്ഞു. അവൾ അപ്രകാരം ഭക്ഷണവുമായി യാചകനെ സമീപിച്ചപ്പോൾ ഞെട്ടിപ്പോയി. അത് അവളുടെ മുൻ ഭർത്താവായിരുന്നു. അന്നൊരിക്കൽ യാചകനെ ആട്ടിയോടിച്ച മനുഷ്യൻ. അവൾ ആ വാർത്ത വന്ന് തന്റെ രണ്ടാം ഭർത്താവിനെ അറിയിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അന്ന് അയാൾ ആട്ടിയോടിച്ച ആ യാചകൻ ഞാനായിരുന്നു. അന്ന് ഫസ്റ്റ് ഒരു യാചകൻ വന്നിരുന്നല്ലോ, അപ്പൊ ഇവരെണ്ടാളും ആട്ടിയോടിച്ചില്ല, ആ യാചകൻ ഞാനായിരുന്നു എന്ന്. അയാൾക്ക് അന്നുണ്ടായ സമ്പത്ത് മാത്രമല്ല, ഭാര്യയെയും അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നു. അയാളുടെ നന്ദികേട് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു കഥ ഞാൻ അവസാനിപ്പിക്കുന്നു. നല്ല ഗുണപാഠമുള്ള, നല്ല നന്മയുള്ള കഥ അല്ലേ? അപ്പോൾ ഈ കഥ എൻ്റെ മക്കൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ മദ്രസയിൽ ഇത് അവതരിപ്പിക്കുക. നല്ല ഹൈറായ മക്കളാക്കട്ടെ ഇൻഷാ അല്ലാ. ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തുക. അടുത്ത നല്ല ഒരു വിഷയമായിട്ട് ഞാൻ വരുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.